ദിവ്യ ചേച്ചി ഒരു സബ് പോയി. ദിവ്യ കൊച്ചു ആ, 100 ആയസാട്ടോ. നമ്മൾ ഇപ്പോഴാ അറിയുന്ന പാട്ട് പാടുന്നത്. ഇത്രയും മാസം ലൈവിൽ വന്നിട്ട് പാട്ട് പാടുന്ന കാര്യേ ദിവ്യ ചേച്ചി പറഞ്ഞില്ല. ഇപ്പോഴാണ് പാടാൻ തോന്നിയത് അച്ചായനെ കണ്ടപ്പോ. ദിവ്യ ചേച്ചി ഒരു പാട്ട് അച്ചായനും പറയൂ. അമ്മയും ഞാൻ ഓരോ ചെറുത്ത് എഴുതും. ദിവ്യ അച്ചായനെ കണ്ടപ്പോഴാണ് ദിവ്യ ചേച്ചി ആ സത്യം തുറന്നു പറഞ്ഞത്. ദിവ്യ ചേച്ചി ഒരു പാട്ട് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ദിവ്യ ചേച്ചിക്ക് പാടിത്തരാം. ദിവ്യ ചേച്ചി രജനി ചേച്ചിയോട് നിലമ്പൂര് എവിടെയാണ് വീട് എന്ന്. ഉം. ഇപ്പൊ ലിജി അഞ്ജലിയുടെ അമ്മ ഉറക്കം വിളിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശാന്ത് ബ്രോ. ഇപ്പൊ അഞ്ജലിയുടെ ഉറക്കവും പോയി, എല്ലാം പോയി. ആ, എനിക്ക് നേരത്തെ ആരും ഇല്ലാഞ്ഞിട്ട് മിഥുന് വരുന്നുണ്ട്, ഇടയ്ക്ക് രശ്മി വരുന്നുണ്ട്. അവര് ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു ഹായ് പോയി പറയും. അപ്പൊ എനിക്ക് ഉറക്കം വരും. ഓക്കെ രജനി ദിവ്യ ചേച്ചി. പറയുന്നുണ്ട് പ്രശാന്ത് ബ്രോ. അമ്മു ഹായ് ചേച്ചിയെ നമസ്കാരം, കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചിട്ടൊന്നും ഇല്ല അമ്മു. അമ്മു കഴിച്ചോ? എവിടെയാ വീട്? ലൈക്ക് അടിക്കട്ടോ, വരുന്നവര് ലൈക്ക് അടിക്കൂ. ഞാൻ ഒരു പാട്ട് പറയട്ടെ, പാടുമോന്ന് ചോദിക്കുന്നുണ്ട് രജനി ചേച്ചി. തീർച്ചയായിട്ടും പറയൂ പറയൂ. ഹായ് അച്ചായാന്ന് പറയുന്നുണ്ട് ദിവ്യ ചേച്ചി. പ്രണയ എന്താ പ്രണയ സരോവര തീരം ആ സോങ് പാടുമോ? ഓക്കെ, മ്യൂട്ടാക്കിക്കോ അഞ്ജലി, മ്യൂട്ടാക്കിക്കോ. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രഭാതവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രഭാത പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. ടാങ് 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 ടിൻ 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 ടിൻ. ഇങ്ങനെ പോകും ബീജിയം. ഓ, അവളൊരു അമ്മു മറന്നിട്ടില്ല. എനിക്ക് ഓർമ്മ വന്ന അമ്മു. അന്ന് പഴയ അവളൊരു പാട്ട് പാടുന്ന അമ്മു അല്ലേ? നൈസല്ലേ അമ്മു? മോഹിനിയായിരുന്നു, ഓർമ്മയുണ്ട്. എന്നെ മറന്നു മനസ്സിലായി. അലസമതാലസയായിരുന്നു. അവളൊരു മോഹിനിയായിരുന്നു, പ്രകാശേട്ടാ ഇത് അലസമതാലസയായിരുന്നു. പ്രകാശേട്ടാ നളിനങ്ങളിൽ ലെങ്ത് കൂടണ്ട. ഏ ലെങ്ത് കൂടിയ പ്രശ്നമാണ്. പാട്ട് പാട്ട് കൊറേ വരികൾ പാടിയ പ്രശ്നമാണ് പറയാ. ശരി അന്ന് ശരി ഫിലിമിൻ്റെത് ശരി അങ്ങനെയായിരുന്നു. ശരി, ഓക്കെ, പാടുന്നില്ല. ഓക്കെ, ഓർമ്മയുണ്ട്. അമ്മു പാട്ട് പാടി തന്നത്. അമ്മു പാട്ട് പാടും കേട്ടോ പ്രകാശേട്ടാ. അമ്മു പാടൂ. അമ്മുവിന്റെ പാട്ട് കേക്കട്ടെ, ഒന്ന് പാടൂ പാടൂ. ഒരു ദിവസം കേറിയിരുന്നു. ബഹ്റൈനിലാണ്. ഇപ്പൊ ഓർക്കുന്നുണ്ടോ? നാട്ടിൽ കോഴിക്കോട്. ഓർമ്മയുണ്ട്, ഓർമ്മ വന്നു. വാവ്, ആ ഓർമ്മയുണ്ട്. ട്യൂൺ വരെ പാടി. ആ ട്യൂൺ വരെ പാടി. വെരി ഗുഡ് എന്ന് രജനി ചേച്ചി. അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അമ്മ ഇടയ്ക്കിടെ ഇവിടെ വന്ന് എന്താണ് ഓർമ്മിപ്പിക്കാറുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അമ്മു. ബ്രദറും നീയും അല്ലേ ബഹ്റൈനില്? നീ നേഴ്സല്ലേ? അച്ചായൻ വീണ്ടും പോയോന്ന് ചോദിക്കുന്നുണ്ട് ദിവ്യ ചേച്ചി. അച്ചായൻ അങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്. ദിവ്യ അച്ചായൻ ഇന്ന് ചേച്ചിക്ക് എന്തോ ദിവ്യ ദിവ്യ കുഴപ്പമുണ്ട്. ചേ- വേറെ ദിവ്യ ചേ- ആരും ലൈവിലായി. ദിവ്യ- ദിവ്യ ചേച്ചിക്ക് വേണ്ടി ഒരു സൂപ്പർ പാട്ട് പാടാം. അതെ ഓക്കെ, താങ്ക് യു അമ്മു. താങ്ക് യു. ദിവ്യ ചേച്ചിക്ക് വേണ്ടി ഒരു സൂപ്പർ കേട്ടാ, പാട്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതെ അതെ. ഓക്കെ. ഇതാ വരുന്നു. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. അഴിച്ചിട്ട കരിമുടിക്കിടയിൽ നിന്നു അഴകുറ്റ നിൻമുഖമായിരുന്നു. അതൊരപൂർവ ദർശനമായി.